കഞ്ചാവുമായി റാപ്പർ വേടൻ കസ്റ്റഡിയിൽ. വേടന്റെ കൊച്ചി കണിയാമ്പുഴയിലെ ഫ്ളാറ്റിൽ നിന്ന് 5 ഗ്രാം കഞ്ചാവ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് പിടികൂടിയിരുന്നു. കഴിഞ്ഞ ദിവസം ഫ്ളാറ്റിൽ നടന്ന ലഹരി പാർട്ടിക്ക് പിന്നാലെയാണ് വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിക്കെതിരെ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയത്. വിഷ്ണു സുരേഷ് നൽകും വിശദാംശങ്ങൾ. വിഷ്ണു, നേരത്തെ മുതൽ ഈ ഗായകരിൽ ചിലർ ലഹരി ഉപയോഗിക്കുന്നു, അതും രാസലഹരി ഉപയോഗിക്കുന്നു, കഞ്ചാവ് ഉപയോഗിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. അതിന് പിന്നാലെയാണല്ലോ ഇപ്പോൾ ഏറെ ജനപ്രിയനായ ഈ കഴിഞ്ഞ കാലയളവിലൊക്കെ വലിയ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന റാപ്പർ വേടനെ പിടികൂടുന്നത്. ഗൂഗിൾ കുറച്ച് നാളുകളായി വേടന്റെ ഫ്ളാറ്റും വേടനും ഒക്കെ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്ന് 1:20 കൂടിയാണ് ഹിൽ പാലസ് പോലീസിന്റെ ഒരു സംഘം ഈ വൈറ്റിലെ കണിയാമ്പുഴക്ക് സമീപമുള്ള വേടന്റെ ഫ്ളാറ്റിലേക്ക് എത്തുകയും അവിടെ പരിശോധന നടത്തുകയും ചെയ്തത്. പിന്നാലെയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള വിപുലമായൊരു സംഘം എത്തിയത്. അവിടെ ഫ്ളാറ്റിൽ 9 പേരുണ്ടായിരുന്നു. അവരുടെ മൊബൈൽ ഫോണും അതോടൊപ്പം തന്നെ വേടനെ കസ്റ്റഡിയിലെടുത്ത ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. വേടന്റെ ഫോട്ടോ അടക്കമാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. വേടത്തിന്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ പുറത്തുവിടുകയാണ്. ആ കസ്റ്റഡിയിലെടുത്ത ഘട്ടത്തിലുള്ള ദൃശ്യങ്ങളാണത്. അവിടെ മൊബൈൽ ഫോണുകളടക്കം പിടിച്ചു വെച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. കഞ്ചാവ് അടക്കം എടുത്തു വെച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ പോലീസ് പറയുന്നതനുസരിച്ച് വേടൻ കഞ്ചാവ് ഉപയോഗിക്കുന്നു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിശദമായ അന്വേഷണത്തിലേക്ക് പോവുകയാണ്. ഉറവിടം എവിടെ നിന്നുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ പോലീസിന് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിപ്പോൾ വെളിപ്പെടുത്താനാകില്ല. 9 പേർ കസ്റ്റഡിയിലുണ്ട് എന്നാണ് നിലവിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇവരുടെ മെഡിക്കൽ പരിശോധന അടക്കം നടത്തും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എറണാകുളത്തെ പ്രധാനപ്പെട്ട ഇത്തരം സെലിബ്രിറ്റികളെ കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം ശക്തമാക്കി നടത്തുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെ സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ വ്യക്തമാക്കിയിരുന്നു സിനിമാ മേഖലയും സാങ്കേതിക പ്രവർത്തകരുടെ ഇടങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ച് ഇത്തരം ലഹരി ഉപയോഗിക്കുന്ന മേഖലകളൊക്കെ കേന്ദ്രീകരിച്ച് വിശദമായ പരിശോധന നടത്തുമെന്ന്. അതിന് പിന്നാലെയാണ് വേടന്റെ ഈ ഫ്ളാറ്റിൽ പരിശോധന നടത്തുകയും അവിടെ നിന്ന് ഇപ്പോൾ കഞ്ചാവ് അടക്കം പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവരികയും ചെയ്തത്. ഇതിൽ ഇനി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് പറയുന്നുണ്ട്. അതായത് തുടർ അറസ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. ഈ കഞ്ചാവ് ആരാണ് കൈമാറിയതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആ കഞ്ചാവ് കൈമാറിയ ആളെ കണ്ടെത്തിയാൽ അത് വലിയൊരു നെക്സസോ അല്ലെങ്കിൽ നെറ്റ്വർക്കോ ഒക്കെ ആയി മാറാമെന്നൊരു വിലയിരുത്തലാണ് നിലവിൽ പോലീസിന് ഉള്ളത്. വേടനെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് പറയുന്നുണ്ട്. അവിടെ നിന്ന് ഒരു 9.5 ലക്ഷം രൂപയും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അത് പ്രോഗ്രാമിൽ നിന്ന് ലഭിച്ച പണമാണ് മറ്റാളുകൾക്ക്, അതായത് തന്റെ സംഘത്തിലുള്ള ആളുകൾക്ക്, ടീമിലുള്ള ആളുകൾക്കൊക്കെ വീതിച്ചു നൽകുന്നതിന് വേണ്ടി കൊണ്ടുവന്ന് വെച്ചതാണെന്നാണ് വേടൻ പറയുന്നത്. പക്ഷേ അതിന്റെ ഇനി സോഴ്സൊക്കെ അടക്കം പോലീസ് പരിശോധിച്ച ശേഷമായിരിക്കും തിരിച്ച് നൽകുക. ഒരുപക്ഷെ ഈ വേടന്റെ പരിപാടിക്ക് ഒരുപാട് ആളുകൾ വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഓരോ പരിപാടിക്ക് എത്തുന്ന ഘട്ടത്തിൽ ഈ ലഹരി ഉപയോഗത്തിനെതിരെ കഴിഞ്ഞ ദിവസം വേടൻ നടത്തിയ വേടന്റെ വാക്കുകളൊക്കെ സമൂഹ മാധ്യമത്തിൽ ഏറെ ചർച്ചയായതാണ്. അതിനിടയിലാണ് വേടന്റെ തന്നെ ഫ്ളാറ്റിൽ പോലീസ് പരിശോധന നടത്തുകയും അവിടെ നിന്ന് കഞ്ചാവ് അടക്കം പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. ദേഹത്ത് നിന്ന് കഞ്ചാവ് ലഭിച്ചിട്ടില്ല, പക്ഷേ അവിടുത്തെ ആ മുറിയിൽ നിന്ന് കഞ്ചാവ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചത്. വേടനെ ചോദ്യം ചെയ്യുന്നത് വഴി വേടൻ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കാറുള്ള ആളാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേസിന്റെ ഗ്രാവിറ്റി അത്രയും ഉണ്ട് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. 5 ഗ്രാം കഞ്ചാവ് മാത്രമാണെങ്കിൽ പോലും അത് തുടരന്വേഷണത്തിന് ഈ സംഗീത മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ന്യൂ ജനറേഷൻ ഗായകരുമായി ബന്ധപ്പെട്ടൊക്കെ നേരത്തെ തന്നെ നമ്മൾ തന്നെ വാർത്ത നൽകിയിരുന്നു.